ഇന്റർനാഷണൽ അഫയേഴ്സിലെ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഡെലാവെയറിൽ വെച്ചിട്ട് US പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അവരുടെ ചർച്ചയുടെ ഉപോൽപ്പന്നമായിട്ട് ക്ലീൻ എനർജിയിൽ USഉം ഇന്ത്യയും പാർട്ട്നേഴ്സ് ആകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ഒരു ഗോൾ എന്താന്ന് വെച്ചാൽ ക്ലീൻ എനർജി മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യുക. നമുക്ക് മാനുഫാക്ചറിങ് മുന്നോട്ട് കൊണ്ടുപോകാതെ രക്ഷയില്ല. കാരണം ലോകത്ത് ജനസംഖ്യ അനുദിനം കൂടിക്കൊണ്ടുവരികയാണ്. അവരുടെ നീഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയ്ക്കുക ഒരിക്കലും പോസിബിൾ അല്ല, കൂട്ടുകയേ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ എനർജി ക്ലീൻ എനർജി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, അതിന്റെ കൂടെ നമ്മുടെ തലമുറ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഭൂമി അനുഭവിക്കാൻ വേണ്ടി ബാക്കി ഉണ്ടാവില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മളെ ചെറുപ്പത്തില് നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ എന്റെ നാട്ടിലെല്ലാം വളരെ അപൂർവമായിട്ടേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കുറവുമാണ്. ഉള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണെങ്കിൽ സാധാരണ ആയിട്ടുള്ള ആളുകളെ എങ്ങനെയെങ്കിലും അന്നന്നത്തെ പ്രവൃത്തി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ നട്ടെല്ല് അതോടുകൂടി ഒടിഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള നട്ടെല്ല് അതോടുകൂടി ഒടിയുന്ന, സർക്കാരിന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ ഒക്കെ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, സന്നദ്ധ സംഘടനകൾ സഹായിക്കുന്നുണ്ടാവും. ആരുടെ സഹായം കിട്ടിയാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഭീമമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭാരമാണ് ഇതുപോലത്തെ രോഗങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. സോ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അതിന്റെ ബാക്കി പത്രം നമ്മുടെ പിന്തുടർന്ന് വരുന്ന തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള പിന്തുടർന്ന് വരുന്ന തലമുറ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സസ്റ്റൈനബിൾ ആക്ടിവിറ്റീസിനെ പറ്റി എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലീൻ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഈ ഒരു തീരുമാനം USഉം ഇന്ത്യയും കൂടിയുള്ള ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനം ക്ലൈമറ്റ് ആൻഡ് എനർജി ബേസിലുള്ള ബൈലാറ്ററൽ റിലേഷൻസിന്, USഉം ഇന്ത്യയും തമ്മിൽ മാത്രമുള്ളതല്ല, എല്ലാ രാജ്യങ്ങളും ഒരു ബൈലാറ്ററൽ റിലേഷൻ അതൊരു പുഷാണ്. അങ്ങനത്തെ ക്ലൈമറ്റ് സെക്ടറിലും എനർജി സെക്ടറിലൊക്കെ മോർ പാർട്ട്ണർഷിപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പുഷായിട്ട് അത് പ്രവർത്തിക്കും.